ഇനി ഒരു അതിഥി കൂടി നമുക്കുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ സമാഹരിക്കുന്നത് തുറമുഖം എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ്. ചില പോയിന്റുകൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിനായി ഒരു യുവ അഭിഭാഷകൻ, അതായത് മാരിടൈം ലോയിൽ 1ാം റാങ്കുകാരനാണ്, 2 ആഴ്ചയേ ആയിട്ടുള്ളൂ ആ ഫലം പ്രഖ്യാപിച്ചിട്ട്. അതാകട്ടെ നമ്മുടെ മറ്റൊരു അതിഥി ശ്രീ നാണു വിശ്വനാഥൻ്റെ മകൻ കൂടിയാണ് ഗൗതം വിശ്വം. ഗൗതം, ഒരു ചർച്ചയിൽ ആദ്യമായിട്ടാണ്, അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ നമുക്കറിയേണ്ടത് ഞങ്ങൾക്കറിഞ്ഞുകൂടാത്ത മാരിടൈം ലോയെക്കുറിച്ചാണ്. മാരിടൈം ലോ എന്ന് പറയുമ്പോൾ കടലും കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമത്തിനും നമുക്ക് മാരിടൈം ലോ എന്ന് വിളിക്കാം. അത് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആകാം. അത് മാത്രമല്ല, ഈ നാവിഗേഷൻ, എന്തെങ്കിലും ഒരു കൊളൂഷൻ ഉണ്ടായി, ഇപ്പോൾ ഈ കടലിന് നടുക്ക് വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, പൈറസി, അങ്ങനെ ഈ കടലും കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഈ കവർ ചെയ്യുന്ന ഒരു മേഖലയാണ് മാരിടൈം ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിഴിഞ്ഞം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം, ഏതൊരു ബിസിനസ് പോലെയും ഇവിടെ ഡിസ്പ്യൂട്ട്സുകളും ഉണ്ടാവാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓൾറെഡി കുറേ നിയമങ്ങളുണ്ട്. അതായത് ഡിസ്പ്യൂട്ട്സിന് വേണ്ടി അഡ്മിറാലിറ്റി ലോ ഉണ്ട്, അതുപോലെ കോക്സ നിയമമുണ്ട്, കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട്. പിന്നെ മാത്രമല്ല, മാരിടൈം എന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫീൽഡാണ്. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട്, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്. അപ്പം മാരിടൈം ലോ എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. പല ഇൻ്റർനാഷണൽ ലോയും ഉണ്ട്, നമ്മുടെ ഡൊമസ്റ്റിക് നിയമങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലത്തെ നിയമങ്ങൾ 2 സൈഡിൽ നിന്നുമുണ്ട്. അപ്പം ഈ നിയമങ്ങൾ എല്ലാം നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഞാനൊരു മാരിടൈം ലോയർ എന്ന നിലയിൽ ഞാൻ പല പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ മാരിടൈം ലോയർ ആണെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, ഓക്കെ നമുക്ക് അത്യാവശ്യമാണ് നിങ്ങളെ, അല്ലെങ്കിൽ മാരിടൈം ലോയേഴ്സിന് ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അപ്പം ഇനി ഇത് പഠിച്ച് ഈ നിയമങ്ങൾ നടപ്പിലാക്കാനും അതുപോലെ ജസ്റ്റിസ് കൊണ്ടുവരാനും നമുക്ക് ലോയേഴ്സിനെയും അത് മനസ്സിലാക്കിയുള്ള യുവജനങ്ങളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുസാറ്റിലുണ്ട്, പക്ഷേ അവിടെ 2 വർഷം കൂടുമ്പോഴാണ് എടുക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റാതെ എനിക്ക് ഗുജറാത്തിൽ ഈ വിഴിഞ്ഞം കൂടി വന്നതോടെ നമുക്ക് മാരിടൈം ലോ അതെ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഇത്രയും വലിയൊരു സബ്ജക്റ്റാണ്. അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ സമയവും നമ്മൾ രാജ്യമായിട്ടുള്ള ബന്ധവും കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കണം. അത് സോൾവ് ആക്കണമെങ്കിൽ അത് അറിയാവുന്ന നിയമ വിദ്യാർത്ഥികളും അത് ചെയ്യുന്ന ലോയേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. ശരിക്കും ഈ ഒരു മാരിടൈം ഹിസ്റ്ററി ഉണ്ടല്ലോ, ഇപ്പോൾ അതൊക്കെ നന്നായി പഠിച്ചതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും അത് അനുഭവമാക്കി എഴുതിയത് കൊണ്ടുമാണല്ലോ 1ാം റാങ്ക് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു മാരിടൈം ഹിസ്റ്ററി പഠിച്ചപ്പോൾ വേദനിച്ചോ? ആ വേദന വിഴിഞ്ഞം വന്നതോടെ മാറുമോ? സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വേദനയുണ്ട്. കാരണം ഇന്ത്യൻ മാരിടൈം ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഹിസ്റ്ററിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ സ്പൈസസിൻ്റെ വ്യാപാരത്തിലോട്ട് ബ്രിട്ടീഷുകാർ വന്നത് തൊട്ട് അതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും അതുപോലെ പല രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് വലിയ വലിയ ബന്ധങ്ങളും ട്രേഡും ഹിസ്റ്ററിയും എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഈ ബ്രിട്ടീഷുകാർ വരികയും പിന്നെ ഒരു വലിയ ചരിത്രമുണ്ടായിട്ടും ഒരു പാരമ്പര്യം ഉണ്ടായിട്ടും അത് ഇടയ്ക്ക് എവിടെയോ വെച്ച് അത് കട്ടായിപ്പോയി. പക്ഷേ ഇപ്പോൾ ഈ വിഴിഞ്ഞം വരുന്നതിലൂടെ നമുക്ക് അത് വീണ്ടെടുക്കാവുന്നതാണ്, ആ ചരിത്രം പിന്തുടരാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മളും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ യുവതലമുറയും എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അത് തീർച്ചയായും നമുക്ക് ആ ഹിസ്റ്ററി തിരിച്ചുണ്ട്. ആദ്യം കാണുന്ന മുകളിൽ കാണുന്ന 2 വിൻഡോകളിൽ ഇരിക്കുന്നത് അച്ഛനും മകനുമാണ്. ഒരുപക്ഷെ മകൻ ആദ്യമായി ഒരു ചർച്ചയിൽ വന്ന് കുറച്ചൊക്കെ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛനാണ് കൂടുതൽ ടെൻഷൻ അടിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. കൃത്യമായി പറയുന്നുണ്ട് 1ാം റാങ്കുകാരൻ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സതീഷ് ഗോപി, അതായത് ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്നത് ഒരു പൂവണിഞ്ഞ സ്വപ്നത്തെയാണ്. അതായത് നമ്മൾ എത്രയോ നാളായി കേൾക്കുന്നത് സാധ്യമായിരിക്കുന്നു. അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടു, സന്തോഷപൂർവ്വം. പക്ഷേ നിലവിലെന്താണ് വിഴിഞ്ഞം? ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അങ്ങ് ചോദിച്ച ഒരു കാര്യം കൂടെ ഇതിൽ സ്പെസിഫൈ ചെയ്ത് ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നു. റിംഗ് റോഡിനെ കുറിച്ച് ചോദിച്ചു. റിംഗ് റോഡ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വരുന്നതോടുകൂടി റിംഗ് റോഡ് വഴി നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തുകൂടെ കയറിപ്പോകാതെ ട്രാഫിക് ഏറ്റവും കുറച്ച് ഒരു റിംഗ് റോഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാഹനങ്ങൾക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ, അതായത് കരയിലേക്ക് പോകേണ്ട ചരക്കുകൾ എടുത്തുകൊണ്ട് പോകുന്ന ട്രക്കുകൾക്ക് അവയുടെ നീക്കം വളരെ സുഗമമാകും. പക്ഷേ ഇന്നും ഒരു സങ്കടമെന്ന് പറഞ്ഞാൽ ഇന്നും
അതിൻ്റെ പേപ്പർ വർക്ക് പൂർത്തിയായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം 4 വർഷം മുമ്പ് അത് തുടങ്ങിയ സമയം എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. പക്ഷേ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പോർട്ടിലേക്ക് വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടു, 2028 റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും എല്ലാം ഇതിന് വരും. അങ്ങനെ 2028 ഈ 4ാമത്തെ ഇതിൻ്റെ ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാം വന്നു കഴിയും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കളിയിക്കാവിള വരെ റോഡ് 6 വരി പാതയാക്കാൻ നമ്മൾ 20 വർഷം മുമ്പ് തുടങ്ങിയ ശ്രമം ബാലരാമപുരത്തെത്തി നിൽക്കണം. ആ ഒരു നിലപാടാകരുത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള അതായത് ഈ അനുവർത്തിച്ച് വന്നതൊന്നും തുടരാൻ നിൽക്കണ്ട. തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കരുത്. നിന്നാൽ ഈ പ്രോജക്റ്റ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ പ്രോജക്റ്റിലേക്ക് നമ്മുടെ യുവതലമുറ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് 1 ലക്ഷത്തോളം വരുന്ന നേരിട്ടും അല്ലാതെയും വരുന്ന തൊഴിലവസരങ്ങൾ നമ്മൾ നിർവചിച്ചിട്ടുണ്ട്. ആ തൊഴിലവസരങ്ങൾ ഈ സംവിധാനം അവിടെ നിന്നൊന്ന് കരകയറണം. നമ്മുടെ ചോദ്യം അതാണ്, ഈ കര ഒരുങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കരയിലേക്ക് കയറിയാലേ കാര്യമുള്ളൂ. തീർച്ചയായിട്ടും. കാരണം അത് ശ്രീ കൃഷ്ണരാജ് അങ്ങ് ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരുന്ന കാർഗോ, അതായത് കണ്ടെയ്നർ, അതില് വളരെയേറെ കണ്ടെയ്നേഴ്സ് ചെറു ഷിപ്പുകൾ വഴി ട്രാൻസ്ഷിപ്മെന്റ് വഴി പല ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇതിലൊരു 20% അല്ലെങ്കിൽ ഒരു 25% നമ്മളെ റോഡ് വഴി പോകണം. ഇപ്പോൾ ഡൽഹിയിലേക്ക് ഒരു കണ്ടെയ്നർ എത്തണം, അല്ലെങ്കിൽ മധുരയിലേക്ക് ഒരു കണ്ടെയ്നർ എത്തണം. ഒരിക്കലും ഷിപ്പ് വഴി കൊണ്ടുപോകാൻ കഴിയില്ല. അത് കരയിൽ കൂടെ തന്നെ പോകണം. കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം മദ്രാസ് വരെ കൊണ്ടുപോയിട്ട് മദ്രാസിൽ നിന്നും മധുരയിലേക്ക് കരമാർഗം കൊണ്ടുവരാം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഏറ്റവും ഫീസിബിളായ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ പിന്നീട് ചരക്കുകൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നേട്ടം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സിംഗപ്പൂർ പോർട്ട് വലിയ പോർട്ടാണ് എന്ന് പറയുമ്പോൾ, സിംഗപ്പൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ 1/3 ഉള്ളൂ, 750 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് അതിനകത്ത് ചരക്കെത്തിക്കേണ്ട കാര്യമില്ല. അവിടെ വരുന്ന എല്ലാം മിക്കവാറും ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ അവിടെ ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ബാക്കി കുറേ കാര്യങ്ങൾ അവിടെ പിന്നീട് അവിടുത്തെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് റോഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ റോഡ് ഗതാഗതം വന്നപ്പോൾ ഞാനൊന്ന് അനുബന്ധ ചോദ്യം ശ്രീ നാണു വിശ്വനാഥനിലേക്ക് ചോദിക്കുകയാണ്. ഈ എല്ലായിടത്തും ഒരു തുറമുഖം ശ്രദ്ധാകേന്ദ്രമാണ്. അത് നമ്മളിപ്പോൾ വിഴിഞ്ഞത്തെ നോക്കുന്ന തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു അഭിമാന സ്തംഭമായി അത് മാറുന്നു എന്നാണ്. അപ്പോൾ കേരളത്തിന് അങ്ങനെയാണ്, രാജ്യത്തിന് അങ്ങനെയാണ്. പക്ഷേ മറ്റു രാജ്യങ്ങൾ നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ സൈന്യത്തിന് പോലും അവിടേക്ക് എളുപ്പമെത്താൻ കഴിയണം. അതിന് പോലും സൗകര്യമുണ്ടോ എന്ന ചോദ്യം ബാക്കിയുണ്ട്. കാരണം റോഡുകളൊക്കെയും അവിടേക്ക് എത്തിച്ചേരാനുള്ള റോഡുകളൊക്കെയും പലതും തിരക്ക് പിടിച്ചതാണെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോലും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയില്ലെന്നോ, അതൊക്കെ വരുമ്പോൾ കാലക്രമേണ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇതുവരെ കണ്ടതല്ലാത്ത ഒരു അഗ്രഷൻ ഈ കാര്യത്തിൽ നമ്മൾ നടപ്പിലാക്കിയാൽ അതൊക്കെ സാധ്യമാകുമെന്നോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ എടുക്കേണ്ടത്, അതായത് കൃത്യമായിട്ട്, അതായത് വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു മേജർ ഒരു മെഗാ പോർട്ട്, വല്ലാർപാടം എന്ന് പറയുന്ന മറ്റൊരു പോർട്ട് അല്ലെ കണ്ടെയ്നർ ടെർമിനൽ, അല്ലെ കൊച്ചി, ഇവിടെ രണ്ടിടത്തും കണക്ട് ചെയ്തുകൊണ്ടാണ് മേജർ ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിൽ നിന്ന് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് മേജർ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നടക്കുമ്പോൾ കേരളത്തിൻ്റെ ജിയോഗ്രഫി അനുസരിച്ചിട്ട് നമ്മൾ ഈ 2 സ്ഥലങ്ങളിലേക്ക് കാർഗോ കണ്ടെയ്നർ എത്തിക്കത്തക്ക തരത്തിലേക്ക് വിഴിഞ്ഞം പോർട്ടിനോട് മാത്രം കണക്ടിവിറ്റി അല്ലാതെ നമ്മൾക്ക് മറ്റു തരത്തിലുള്ള ഡ്രൈ പോർട്ടുകളും CFSകളും, ഇപ്പം കണ്ണൂർ, മംഗലാപുരം, കോഴിക്കോട്, വയനാട് ഈ പ്രദേശത്തെ കണക്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന കാർഗോയെ പൂള് ചെയ്തിട്ട് എങ്ങനെ അവിടെ നിന്ന് വല്ലാർപാടത്തേക്കും വിഴിഞ്ഞത്തേക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും.
മധ്യ കേരളത്തിൽ വരുന്ന കാർഗോയെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഇതിനോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാടിനോട് കണക്ട് ചെയ്യുന്നതിനകത്തിലേക്കുള്ള തരത്തിലേക്ക് നമ്മൾ കുറച്ച് വേറൊരു തലത്തിലേക്ക് ചിന്തിക്കുകയും നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ തുറമുഖ നിർമ്മാണത്തിനകത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിനകത്തിൽ തന്നെ 71%, 61.5% കേരള സ്റ്റേറ്റിൻ്റെയും ബാക്കി വരുന്ന ഒരു 9% പൈസ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ കൊടുത്തിട്ട് മേജർ ചങ്കെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചോട്ട് നമ്മൾ കൊടുക്കുന്നിട്ട് ഇത്രയും പണം നമ്മൾ മുടക്കിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് പറയുന്ന ഒരു പോർട്ടിനകത്തിൽ വന്നിട്ട് ഒരു കപ്പലിൽ വരുന്ന കാർഗോയോ കണ്ടെയ്നറോ മറ്റൊരു ഒരു ഷിപ്പയിലേക്ക് കൊണ്ടുപോയിട്ട് കിട്ടുന്ന എക്സ്ചേഞ്ചിനകത്തിൽ കിട്ടുന്ന ചാർജോ അതിനകത്തിൽ കിട്ടുന്ന GST IGST CGST മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് വലിയ സാഹസത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോർട്ടിൻ്റെ സറൗണ്ടിങ്സിനകത്തിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തിൽ നിന്നും ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ചുകൊണ്ട് കാർഗോയോ മറ്റു തരത്തിലുള്ള ടൂറിസം സെക്ടറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തെയും എത്തിച്ചിട്ട് ട്രാൻസ്ഷിപ്മെൻറ്റിനോടൊപ്പം തന്നെ ഒരു വലിയ പോർട്ടിലേക്ക് വലിയ വെസൽ എത്തുമ്പോൾ ആ വെസലിലേക്ക് നമുക്ക് കാർഗോ കൊടുത്തിട്ട് റീ എക്സ്പോർട്ടും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് തരത്തിലേക്കുള്ള സ്വിച്ച് ബില്ല് ഉണ്ടാക്കിക്കൊണ്ട് കാർഗോ കയറ്റി അയക്കത്തക്ക തരത്തിലും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഇത്രമാത്രം IT-യിലും എഡ്യൂക്കേഷനിലും മുൻപന്തിയിൽ നിൽക്കപ്പെടുന്ന ചെറുപ്പക്കാരുള്ള എൻ്റെ ആകാംക്ഷ, എൻ്റെ ആൻസൈറ്റി ഈ നാട്ടിലെ ചെറുപ്പക്കാരെ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് തലത്തിലേക്ക് കൊണ്ടുവരുവാനും 530 ദശലക്ഷം കണ്ടെയ്നറുകളുണ്ട് ലോകത്ത്. ലോകം ഒരു, അതായത് നമ്മൾ പറയും ലോകം ഒരു ഗൂഗിളിലും വിക്കിപീഡിയയിലുമാണെങ്കിലും ലോകത്തിൻ്റെ ചരക്കും അല്ലെങ്കിൽ വ്യാപാരവും എന്ന് പറയുന്നത് കണ്ടെയ്നറിനകത്തിലും ബ്രേക്ക് ബൾക്കിനകത്തിലാണെന്ന് പറയും. അപ്പം 195 രാജ്യങ്ങൾക്ക് നടക്കപ്പെടുന്ന സപ്ലൈ ചെയിനകത്തിൽ വരുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ വരുന്ന ഷിപ്പിങ്ങിൽ വരുന്ന ലോജിസ്റ്റിക്സിൽ വരുന്ന കസ്റ്റംസിൽ വരുന്ന സപ്ലൈ ചെയിൻ വരുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യത്തക്ക തരത്തിൽ ഇന്ന് ലോകത്തിൻ്റെ നമ്മളുടെ ഡോർ സ്റ്റെപ്പിൽ ഇരുന്നുകൊണ്ട് കോവിഡിലിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാകത്താണ് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് സർവീസ് കൊടുക്കത്തക്ക തരത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു. ഈ എക്സ്ചേഞ്ചുകളും ട്രാൻസ്പോർട്ടേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കപ്പെടുന്നതിനകത്ത് ഡിജിറ്റലൈസേഷനും ഷിപ്പിങ്ങും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും എയർ കാർഗോയും പോസ്റ്റൽ സർവീസും അല്ലെങ്കിൽ റെയിൽവേ റോഡും ഒക്കെ നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കാർഗോ മാനേജ്മെൻറ്റിനകത്തിലല്ല കാർഗോ ഉൽപ്പാദിപ്പിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ചെറുപ്പക്കാരെയും വരും തലമുറയും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെയും മാരിടൈമിൻ്റെയും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും മൾട്ടിപ്പിൾ തലത്തെ അത് വെസൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാലും നാവിഗേഷനായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായാലും ഇൻഷുറൻസുമായിട്ട് ഏത് മേഖലയും എക്സ്പ്ലോർ വളരെ ഇമ്പോർട്ടന്റ് എക്സാമ്പിളായിട്ട് മാത്രം എടുക്കുക പോർട്ടുകളെ. യെസ്, ഈ മാരിടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കഴിഞ്ഞ 2 ദിവസമായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ സലിം മടവൂർ, നോക്കൂ, വിഴിഞ്ഞം പോർട്ടായി കപ്പൽ വന്നു, സന്തോഷമാണ്, അഭിമാനമാണ്, ഒക്കെ ശരിയാണ്, അങ്ങനെ അതും സാധ്യമായിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഉറക്കെ പറയുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ വിഴിഞ്ഞം പോർട്ടിന് പിന്നിൽ അക്ഷീണം പ്രയത്നിച്ച, സർക്കാർ പോലും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാകട്ടെ അക്ഷീണം പ്രയത്നിച്ച നിരവധി പേരുണ്ട്. അവരിൽ ഒരാളെയെങ്കിലും ഇതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് വിഴിഞ്ഞത്തെ നോക്കിക്കാണാനുള്ള ഒരു കാഴ്ചപ്പാട് സർക്കാരിനുണ്ടായിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കാനാകുമോ? അല്ല, സർക്കാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തുറന്ന സമീപനമാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ എനിക്ക് ഈ ചർച്ചയ്ക്ക് വീട്ടിലെത്താൻ ഇന്ന് വെള്ളപ്പൊക്കം കാരണം വഴിക്കൊക്കെ കുടുങ്ങിയത് കൊണ്ട് ഈ ചർച്ച തുടങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങൾ ചർച്ചയിൽ എനിക്കുണ്ട്. ഏതായാലും സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യപൂർവ്വമാണ് ഈ പദ്ധതി പ്രവർത്തനം പൂർത്തീകരിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ കേരളത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രധാന പ്രശ്നം അതാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു സാഹചര്യം ഇനിയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഷാങ്ഹായി നേരത്തെ പറഞ്ഞു, ഞാനത് കണ്ടതാണ്, പോർട്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ അവിടെ നിരന്തരമായി കാറുകൾ, അതേപോലെ വിവിധ ഇപ്പൊ വോൾവോ കാറുകളൊക്കെ ട്രെയിനിൽ കൊണ്ട് അവിടത്തേക്ക് വരുന്ന രംഗം കണ്ടപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ മുഖത്ത് വിരൽ വെച്ച് നോക്കി നിന്ന് പോയിട്ടുണ്ട്. കാരണം അത്ര കണ്ട് അവിടുത്തെ പ്രൊഡക്ഷൻ വിദേശ രാജ്യങ്ങളിലേക്ക് കപ്പലുകളിൽ കയറ്റി വിടുകയാണ്. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്ഷൻ ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള കയറ്റുമതിയെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ സർക്കാരിന് വലിയൊരു ബാധ്യത അവിടെ നിൽപ്പുണ്ട്. അതായത് നമ്മുടെ
ഉൽപാദനം, നമ്മുടെ ആഭ്യന്തര അല്ല, ഉൽപാദനം രാജ്യത്ത് മെച്ചപ്പെടുത്തേണ്ട ഒരു കേരളത്തിൽ വലിയ മാത്രം വരേണ്ടതല്ല. ജോലി കൂടിയുണ്ട്. ആ അല്ല, ഉത്തരവാദിത്തം കൂടി നിറവേറ്റേണ്ടതുണ്ട്. അല്ല, നേരത്തെ നമ്മുടെ- അതായത് ഈ അല്ല, വിഴിഞ്ഞം നമ്മുടെ പോർട്ടിന്റെ രാജ്യം- പ്രശ്നം എന്താണെന്നറിയോ? ഇതൊരു മഹാസംഭവമാണ്. അത് സർക്കാർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു വന്നതൊന്നും പറ്റില്ല. അത്രയും ആക്രമണോത്സുകമായി, വളരെ സൂക്ഷ്മമായി, എന്നാൽ അതിവേഗത്തിൽ ചെയ്തു തീർക്കേണ്ടത് പലതുണ്ട്. റോഡ്, റെയിൽവേ, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയും ചെയ്തു തീർക്കാനുള്ള ഒരു അഗ്രഷൻ. അല്ല സംഭവം അത് നേരത്തെ പറഞ്ഞല്ലോ, 2040 കൂടിയാണ് ഈ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ട് ഒരു ഉയർന്ന തുറമുഖമായിട്ട് മാറേണ്ടത്. അത് 17 വർഷം നേരത്തെ 2028 ഈ തുടർച്ചയായി മൂന്നാമത്തെ LDF ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2028 അത് പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുന്നത് ഉറപ്പു പറഞ്ഞല്ലോ. അതോടുകൂടി നമ്മുടെ നാഷണൽ ഹൈവേ പൂർത്തീകരിക്കും, നമ്മുടെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ലാഭം ഉണ്ടാക്കിയിരുന്ന പോർട്ടുകൾ ഉണ്ടല്ലോ, നിരവധിയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൊളംബോ ആകട്ടെ, സിംഗപ്പൂർ ആകട്ടെ, ദുബായ് ആകട്ടെ ഒക്കെ ഉണ്ട്. ഈ സമീപ തുറമുഖങ്ങൾക്ക്, അത് മറ്റു രാജ്യങ്ങളിലെ തുറമുഖങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കും? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിഴിഞ്ഞം വരുന്നത് കൊണ്ട് മറ്റു തുറമുഖങ്ങൾക്ക് ഒരടി കിട്ടുമോ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് കോട്ടം വരുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് നമ്മൾ ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ലോകത്ത് മൊത്തം നടക്കുന്ന ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് എത്രയാണ്? അതിപ്പോൾ ശ്രീ നാണു വിശ്വനാഥൻ പറഞ്ഞു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് ഷാങ്ഹായ് പോർട്ട് കൈകാര്യം ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു 4,73,00,000 കണ്ടെയ്നറാണ് ആ പോർട്ട് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ സിംഗപ്പൂർ പോർട്ട് ഒരു വർഷം കൈകാര്യം ചെയ്ത് 2022 കൈകാര്യം ചെയ്തത് 16.9 മില്യൺ, അതായത് 169 ലക്ഷം കണ്ടെയ്നറാണ്. അതേപോലെ തന്നെ കൊളംബോ പോർട്ട് കൈകാര്യം ചെയ്തത് 69 ലക്ഷം കണ്ടെയ്നറാണ്. നമ്മളിവിടെ വിഭാവനം ചെയ്യുന്നത് ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 1 മില്യൺ 10 ലക്ഷം മാത്രമേ ഉള്ളൂ. ഈ 10 ലക്ഷം എന്ന് പറയുന്നത് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു സംഖ്യയാണ്. ഇത് ഇന്ത്യയിലേക്ക് വരേണ്ട കണ്ടെയ്നറാണ്, മെജോറിറ്റി ഇന്ത്യയിലോട്ട് വരേണ്ട കണ്ടെയ്നറാണ്. കുറച്ച് നമ്മളെ തൊട്ടടുത്ത പോർട്ടുകളിലേക്ക് പോകേണ്ടതാണ്. ഇനി ഇന്ത്യയിലേക്ക് വരേണ്ട കണ്ടെയ്നർ ഏത് പോർട്ട് വഴിയാണ് വരുന്നത്? കൊളംബോ പോർട്ട് വഴിയാണ് കൂടുതൽ വരുന്നത്. ആ കൊളംബോ പോർട്ടിന്റെ വെസ്റ്റ് ടെർമിനൽ ആര് വികസിപ്പിക്കുന്നു? അദാനി വികസിപ്പിക്കുന്നു. അദാനി ആ പോർട്ടിന്റെ വെസ്റ്റ് ടെർമിനലെടുത്ത് അദ്ദേഹം തന്നെ പൈസ മുടക്കി അവിടെ വികസിപ്പിക്കണം. അതായത് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും കാരണവശാൽ അവിടെ കണ്ടെയ്നർ വന്നാൽ ആ കണ്ടെയ്നർ വെസ്റ്റ് ടെർമിനൽ ഇറക്കിയാൽ അത് ആരുടെയാണ്? അദാനിയുടെയാണ്. അത് നേരെ എവിടെ വരും? ശ്രീ അദാനി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന വിഴിഞ്ഞത്തേക്ക് വരും. അപ്പോൾ കൊളംബോ പോർട്ടിനാണ് ഒരു ചെറിയ നഷ്ടമെങ്കിലും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. ഇതിന്റെ വേറൊരു കഥ നോക്കിയാൽ, ഇത്രയും കാലം ഈ പോർട്ട് വരാനായിട്ട് വിദേശ ശക്തികൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഈ പറഞ്ഞ കാര്യത്തിലുണ്ട്. അതായത് വിദേശ ശക്തികൾ നമ്മളെ ഒരു വർഷം നമുക്ക് ഇന്ത്യക്ക് മദർ പോർട്ട് ഇല്ലാത്ത കൊണ്ട് നഷ്ടമാകുന്നത് 2,500 കോടി രൂപയായിരുന്നുവെങ്കിൽ ആ രൂപ എങ്ങോട്ട് പോയി? ബാക്കിയുള്ള മദർ പോർട്ടുകളിലേക്കാണ് പോണത്. അപ്പോൾ ആ മദർ പോർട്ടുകൾ, ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി ഒരു മദർ പോർട്ട് ഉണ്ടാവുമ്പോൾ ആ മദർ പോർട്ടുകൾക്ക് നഷ്ടം വരും. പക്ഷേ ഇപ്പോൾ വധ്വാൻ എന്ന് പറഞ്ഞൊരു പോർട്ട്, വധ്വാൻ പോർട്ട്, അതായത് മഹാരാഷ്ട്രയിലെ 2025 ടെൻഡറാവും, 2030 അത് പൂർണ്ണ സജ്ജമാവും. 5 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് ഭാരത സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സമുദ്ര തീരത്ത് നിന്ന് 30 കിലോമീറ്റർ അകലെ ഒരു ഐലൻഡിലാണ്, ചെറിയ ഒരു ഐലൻഡിലാണ് ആ പോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അവിടുത്തെ ആ ഐലൻഡിന്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ നാച്ചുറൽ ഡെപ്ത് എന്ന് പറയുന്നത് 25 മീറ്ററാണ്. അവിടെ ഒരു മദർ പോർട്ടായിട്ട് വിഭാവനം ചെയ്ത് അത് ചെയ്യുകയാണ്. അതിൻ്റെ പൂർണ്ണ ശേഷി എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നീട് ഷാങ്ഹായ് പോർട്ടിന് അടുത്തെത്തും. അപ്പോൾ അടുത്തെത്തുന്ന രീതിയിൽ അതിൻ്റെ മുഴുവൻ ഘട്ടങ്ങളും പൂർത്തീകരിച്ചാൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മദർ പോർട്ടായിട്ട് അത് മാറും. അതൊന്ന്. 2, ഇവിടെ ആൻഡമാൻ നിക്കോബാറിലെ 72,000 കോടി രൂപ മുടക്കി ഭാരത സർക്കാർ അവിടെ ഒരു മദർ പോർട്ട് പണിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് വിഴിഞ്ഞത്തും തിരിഞ്ഞ് ശ്രീലങ്ക ചുറ്റി
നമ്മുടെ സിംഗപ്പൂരും അതുപോലെ ഷാങ്ഹായ് തുറമുഖത്തും ചൈനയിലെ തുറമുഖങ്ങളിലും മലേഷ്യയിലെ പോർട്ട് ക്ലാങ് അതുപോലെയുള്ള തുറമുഖങ്ങളിലേക്ക് പോകുന്നത് ഈ ആൻഡമാൻ നിക്കോബാറിന്റെ അടുത്തുകൂടെയാണ്. ശരി, നമ്മൾ രാജ്യമാകെ ഒരു വികസന ചര്യയിലേക്ക് വരികയാണ്. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ശ്രീ നാണു വിശ്വനാഥൻ, ഈ നമുക്കിവിടെ കയറ്റുമതി കമ്പനികളും കാർഗോ കമ്പനികളും വരണം, സാമ്പത്തിക ഇടപെടലുകളൊക്കെ നടക്കണം, സാധാരണക്കാർക്കിടയിലേക്ക് അത് എത്തിച്ചേരണം, തൊഴിൽ സാധ്യത സജീവമാകണം. ഇതിനെയൊക്കെ ചേർത്ത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാമോ എന്നെനിക്കറിയില്ലെങ്കിൽ പോലും രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായി മാറുമോ കേരളം? രാജ്യത്ത് കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റാൻ പറ്റില്ലെങ്കിലും ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും മാരിടൈം എഡ്യൂക്കേഷൻ്റെയും മാരിടൈം എംപ്ലോയ്മെൻറ്റിനകത്തിലെ ഏറ്റവും പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളമാണ്. അതിനകത്തിൽ എനിക്ക് രണ്ടാമതൊരു സംശയമില്ല. ഇപ്പം നമ്മൾ ഈ വെക്കപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ദുബൈ ഇതിലെ ജബലാലി പോർട്ട് കൊണ്ട് നൽകപ്പെടുന്ന 20 ദശലക്ഷമോ, സിംഗപ്പൂർ പോർട്ടോ, ഷങ്കായ് പോർട്ടോ, പോർട്ട് കലങ്കായോ, ഈ പറയുന്ന ഹോങ്കോങ്ങോ, അതല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് പോർട്ടുകളോ, യൂറോപ്പിലെ പോർട്ടുകളോ, ഇന്ത്യയിലെ 2030 ആകുമ്പോൾ ഇന്ത്യയുടെ മാരിടൈം വിഷൻ പറയുന്നത് 20 ദശലക്ഷം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, 3 ലക്ഷം കോടി ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള നേപ്പാളിലും മറ്റ് സ്ഥലത്തും ഒക്കെ നടക്കപ്പെടുന്ന ഡെവലപ്മെൻറ്റ്, അതായത് ചൈനയിൽ നിന്നും കോവിഡിന് ശേഷം ഇന്ത്യ, കംബോഡിയ, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് ഈ പറയുന്ന സ്ഥലത്തേക്ക് മാനുഫാക്ചറിങ്ങും ബാക്കിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പ്രത്യേകിച്ച് ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഹൈ പെയ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലോകത്തെല്ലായിടത്തും നൽകുന്നതാണ്. ഇത് മാത്രമല്ല, ലോകം, അതായത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 14th ഗോളിനെ കൂടെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഓഷ്യൻ ബേസ്ഡ് എക്കോണമി അല്ലെങ്കിൽ ഒരു ബ്ലൂ എക്കോണമിയിലേക്ക് ലോകം മാറുകയാണ്. ഈ ഓഷ്യൻ ബേസ്ഡ് എക്കോണമി അല്ലെ ബ്ലൂ എക്കോണമിയിലേക്ക് ലോകം മാറുമ്പോൾ ലോകത്തിന് ആവശ്യം, ഇന്ത്യക്ക് ആവശ്യം, കേരളത്തിന് ആവശ്യം സ്കിൽഡ് മാൻ പവറാണ്, ക്വാളിറ്റി പ്രൊഫഷണൽസിനെയാണ്. നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്നും മാറി. ഇപ്പം എൻ്റെ മകൻ തന്നെ പറഞ്ഞല്ലോ, അവന് മാരിടൈം ലോ പഠിക്കാൻ വേണ്ടി അവന് കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു വിദേശത്തേക്ക് വരാൻ. അവനും ഞാനും ഇന്ത്യയുടെ മാരിടൈം ചരിത്രത്തെ തിരിച്ചു പിടിക്കണമെന്നുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തിലാണ് ഞങ്ങൾ ഇന്ത്യൻ മാരിടൈം സെക്ടറിൽ തന്നെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഓരോ മേഖലയും ഈ ഇപ്പം തന്നെ ഇന്ന് വിഴിഞ്ഞത്ത് നടന്നിട്ടുള്ള പോർട്ട് ഷിപ്പ് ട്രയലിനകത്തിലെ എത്ര IT പ്രൊഫഷണൽസിൻ്റെ ആവശ്യം ഇനി അങ്ങോട്ട് വരുന്ന സമയത്തും നമ്മൾ IT മേഖല ഹൈപ്പർ ലൂപ്പിൻ്റെയും ചാറ്റ് ജി പി ടി റോബോട്ടിക്കിൻ്റെയും വരുന്ന അടുത്ത 30 വർഷം 40 വർഷം എങ്ങനെയാണ് ലോകം മാറുന്നത്, കാർഗോ മാനേജ്മെൻറ്റിനകത്തിലേക്ക് എങ്ങനെയാണ് മാറുന്നത്, ഷിപ്പിംഗ് ഇൻഡസ്ട്രി എങ്ങനെയാണ് മാറാൻ പോകുന്നത്, അതിനെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സിനെ പ്രൊഫഷണൽസ് ആക്കാനും സമാന്തരമായിട്ട് എങ്ങനെ ചാർട്ടറിങ് നമ്മൾ എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെസൽ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള കോസ്റ്റൽ സ്റ്റേറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗത്തു നിന്നുള്ള രാത്രി ഡബിൾ ഡക്കർ ട്രെയിൻ ഉപയോഗിച്ചോ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടോ നമുക്കിവിടെ കാർഗോ കൊണ്ടുവന്നിട്ട് കണ്ടെയ്നറിൽ വീണ്ടും ഇവിടെ വരുന്ന മദർ വെസലയിൽ നമുക്ക് കയറ്റി വിടുന്ന തരത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തുകൂടാം? ചാർട്ടറിങ് എന്തുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്തുകൂടാം? നമുക്ക് ഷിപ്പിംഗ് കമ്പനി തുടങ്ങാം, ഫ്രൈറ്റ് ഫോർവേഡിംഗ് തുടങ്ങാം, NVOCC തുടങ്ങാം, സ്റ്റീവ് ഡോറിംഗ് തുടങ്ങാം, പോർട്ട് ഏജൻസി തുടങ്ങാം, ഈ മറൈൻ ഇൻഷുറൻസ് തുടങ്ങാം. അത് ആ സർവീസ് കൊടുക്കപ്പെടുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല. കാരണം ഷിപ്പിംഗ് ഒരു ഗ്ലോബൽ ട്രേഡിൻ്റെ ഭാഗമാണ്. ദേശീയ ബിസിനസ്സിലും അന്തർദേശീയ ബിസിനസ്സിനകത്തിലും ഒരേ തരത്തിലുള്ള സർക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നിങ്ങളിലേക്കൊക്കെ വിഴിഞ്ഞം പദ്ധതി എത്തണമായിരുന്നു. ഇതൊരു വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ കാണുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ലോകം ഇന്ന് കണ്ടെയ്നറിനകത്താണെന്നാണ് ഞങ്ങൾ മാരിടൈം പ്രൊഫഷണൽ പറയുന്നത്. 95% ഓഫ് ദ വേൾഡ് ട്രേഡ് ഈസ് ഹാപ്പനിങ് ത്രൂ ദ സീ ആൻഡ് ദ മൾട്ടിമോഡൽ ട്രാൻസ്പോർട്ട്. ഞാൻ അങ്ങനെയൊക്കെ വരാം, സമയം തീരെയില്ല. നോക്കൂ സലിം മടവൂർ, ഒരു ഘട്ടം കഴിഞ്ഞു, 2, 3 ഒക്കെ വരാനിരിക്കുന്നു. ഈ രണ്ടാം ഘട്ടം എത്ര കണ്ട് നിർണായകം? ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില പോയിന്റുകൾ കൂടി ചേർത്ത് അങ്ങ് ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇത് രണ്ടാം ഘട്ടം നേരത്തെ പറഞ്ഞല്ലോ, 2500 കോടി രൂപയോളം അല്ലെങ്കിൽ ഈ നമ്മുടെ ഇന്ത്യയിലെ പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ രാജ്യത്തെ തിരിച്ചു വരട്ടെ, പോർട്ട് ബ്ലെയറിൽ വരട്ടെ,
രാജ്യത്ത് ചരക്ക് ഗതാഗതം കൂടുതൽ സജീവമായിക്കൊണ്ട് നമ്മുടെ പോർട്ടുകളൊക്കെ സജീവമാകട്ടെ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള പോർട്ടുകളോട് കിടപിടിക്കുന്ന വിഴിഞ്ഞം പോലുള്ള തുറമുഖങ്ങൾ, അതോടൊപ്പം പോർട്ട് ബ്ലെയറിൽ വരുന്നതുകൊണ്ട് എന്താ ദോഷം? എല്ലാ സ്ഥലത്തും വരട്ടെ. അങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ പുതിയൊരു സാമ്പത്തിക ഉത്തേജനം ഇതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഒരു തുറമുഖം ഇപ്പൊ തന്നെ നമുക്ക് വലിയ രൂപത്തില് നമ്മുടെ സംസ്ഥാനത്തേക്ക് നിക്ഷേപം, വ്യവസായങ്ങൾ ഇതൊക്കെ കൂടുതൽ ഉപകരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. നല്ല കൃത്യമായ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടാണല്ലോ ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. ശരി, പക്ഷേ ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. ഈ കണ്ടെയ്നർ ബിസിനസ് അല്ലെങ്കിൽ ഈ ചരക്ക് മദർഷിപ്പ് വരുന്നു, മറ്റ് കപ്പലുകൾ വന്ന് പോകുന്നു, ഇതിനപ്പുറത്തേക്ക് കടൽ വിട്ട് കരയിലേക്ക് വരണം വിഴിഞ്ഞം എന്നതാണ് ശ്രദ്ധേയം. ശ്രീ സതീഷ് ഗോപി, ഇനി എന്ത് എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശ്രീ കൃഷ്ണരാജ്, അങ്ങയോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിഴിഞ്ഞം തുറമുഖം കേരളം എന്നുള്ള സംസ്ഥാനത്തെ വച്ചൊരിക്കലും നമ്മൾ അസസ് ചെയ്യരുത്. ഭാരതത്തിൻ്റെ ഒരു മദർ പോർട്ടായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർഗോ, കണ്ടെയ്നർ കാർഗോ ഏത് വഴി പോകണം? വിഴിഞ്ഞം തുറമുഖം വഴി പോകണം. ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തേണ്ട കാർഗോ, കണ്ടെയ്നർ കാർഗോ ഏത് വഴി വരണം? വിഴിഞ്ഞം വഴി വരണം. കേരളത്തിൻ്റെ എന്നുള്ളൊരു പ്രസക്തിയില്ല, ഭാരതത്തിൻ്റെ എന്നുള്ളതാണ് പ്രസക്തി. ഭാരതത്തിൻ്റെ ആദ്യത്തെ മദർ പോർട്ട്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ബോംബെ എന്ന് പറയുന്ന പോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇപ്പം ഏതായിട്ട് മാറി എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞമായിട്ട് മാറി. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യയിലെ ഇൻഡസ്ട്രി എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്നായിരുന്നാലും, കൽക്കട്ടയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നാലും, ഡൽഹിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നാലും, രാജസ്ഥാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചരക്കായിരുന്നാലും, ഇതെല്ലാം കണ്ടെയ്നർ വഴിക്ക് ചെറിയ തുറമുഖങ്ങൾ വഴി വിഴിഞ്ഞത്തെത്തും, അല്ലെങ്കിൽ റോഡ് മാർഗം. ശരി, അതായത് നമ്മുടെ രാജ്യത്തിന്റെ 90% വിദേശ വ്യാപാരവും നടക്കുന്നത് കടൽ മാർഗമാണ്. അത് വൈദേശികർ വരുന്ന വഴി മാത്രമല്ല, ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങൾ തമ്മിലും ഉപയോഗപ്പെടുത്തുന്നതിലാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ വിഴിഞ്ഞം ഭാരതത്തിൻ്റെ തുറമുഖമാണ്, അത് തുറന്നിടുകയാണ്. ഇനി പുറത്തേക്ക് വരട്ടെ, ഉൽപാദനം കൂടട്ടെ, സാധാരണക്കാരിലേക്ക് അതിൻ്റെ നേട്ടം എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീജിത്ത് പണിക്കർ, സലീം മടവൂർ, നാണു വിശ്വനാഥൻ, സതീഷ് ഗോപി, ഒപ്പം യുവ അഭിഭാഷകൻ, മാരിടൈം അഭിഭാഷകൻ ഗൗതം വിശ്വം. ജനഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.